ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി മേക്കപ്പ് ചെയ്യുന്നതിന് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഓർഡർ അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും അവരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യാറ്. ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചെയ്യാറുള്ള ഒരു ബേസ് ഫ്ലോലെസ് മേക്കപ്പ് ലുക്കാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്കിൻ പ്രെപ്പാണ്. സ്കിൻ നമ്മൾ മേക്കപ്പിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അത് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിഫോർ മേക്കപ്പ്. ഫസ്റ്റ് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക. ഞാൻ ഓൾറെഡി സ്കിൻ പ്രെപ്പ് ചെയ്തിട്ടുണ്ട്, ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഫേസിലുള്ള ഡേർട്ട്, എക്സസ് ഓയിൽ അതൊക്കെ ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുക. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ, തിൻ ലെയർ ഓഫ് സൺസ്ക്രീൻ, ഇത്രയും ഞാൻ അപ്ലൈ ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് സ്കിൻ പ്രെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കിൻ പ്രെപ്പിന് ശേഷം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് പ്രൈമർ യൂസ് ചെയ്യാണ്. പ്രൈമർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ ഒരുപാട് പോൾസ് അതുപോലെ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ചീക്ക് ഏരിയ അതുപോലെ ഫോർഹെഡിലൊക്കെ ഫൈൻ ലൈൻസ് ഒത്തിരി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത്. പ്രൈമർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൈമർ നമ്മുടെ സ്കിന്നിനും മേക്കപ്പിനും ഇടയിൽ ഒരു ലെയർ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ മേക്കപ്പ് ഒക്കെ നല്ലൊരു ഫ്ലോലെസ് ആവാനും നല്ലൊരു ഫിനിഷ് ലുക്ക് കിട്ടാനൊക്കെ പ്രൈമറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പോൾസ് ഫൈൻ ലൈൻസ് ഒക്കെ ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. ആഫ്റ്റർ പ്രൈമർ ഞാൻ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് മാമ എർത്തിന്റെ സീസണം ഫൗണ്ടേഷൻ ആണ്. ഐവറി ഗ്ലോ ഷെയ്ഡ് വരുന്ന ഫൗണ്ടേഷൻ ആണ്. ഞാൻ ഒത്തിരി ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. ഒരു ബേസ് ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒരു ലൗഡ് മേക്കപ്പ് ആയിട്ട് ചെയ്യുന്നില്ല. ഇനി ഫൗണ്ടേഷൻ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഞാനൊരു വെറ്റ് ആയിട്ടുള്ളൊരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്താണ് ഫൗണ്ടേഷൻ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നത്. കാരണം വെറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നാച്ചുറൽ ലുക്കാണ് തരുന്നത് വെറ്റ് ബ്ലെൻഡർ യൂസ് ചെയ്ത് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുമ്പോൾ. ഇപ്പൊ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഭയങ്കര ഒരു മേക്കപ്പ് ചെയ്ത പോലെ ഒരു ഒത്തിരി ഫൗണ്ടേഷൻ ഇട്ട പോലെ ഫീൽ ഇല്ല. കാരണം ഞാൻ വെറ്റ് ബ്ലെൻഡർ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ആയിട്ടൊരു ലുക്കാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പിന്നെ വെറ്റ് ബ്ലെൻഡർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഫൗണ്ടേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടെ നാച്ചുറൽ ലുക്കിന് വേണ്ടിയിട്ട് വെറ്റ് ബ്ലെൻഡർ യൂസ് ചെയ്തതാണ്. ഫൗണ്ടേഷന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് കൺസീലർ ആണ്. കൺസീലറിന്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ഡാർക്ക് സർക്കിൾസ് അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫേസിൽ ഉണ്ടാവും. അതൊക്കെ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ അണ്ടർ ഐസില് അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഏരിയ, നമ്മുടെ നോസിന്റെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവും, ഒരു ഡാർക്ക്നെസ് ഉണ്ടാവും അവിടെ. അതുപോലെ ലിപ്സിന്റെ ആ ഒരു എഡ്ജസില് അവിടെയൊക്കെ നമ്മൾ യൂഷ്വലി കൺസീലർ യൂസ് ചെയ്യുന്നത്. ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ കൺസീലർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബേസ് ആയിട്ടും നമ്മൾ കൺസീലർ നമ്മൾ ക്രീസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഐ ഷാഡോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതൊരു ബേസ് ആയിട്ട് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യാറുണ്ട്. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ലൂസ് പൗഡർ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ കൺസീലർ ലോങ് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. കൺസീലർ ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൂസ് പൗഡർ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത്. കൺസീലർ എവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തോ അവിടെയൊക്കെ ഒന്ന് ഈ ലൂസ് പൗഡർ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇഫ് യു ഹാവ് എ ലോട്ട് ഓഫ് ഡാർക്ക് സർക്കിൾസ് നിങ്ങൾക്ക് ഒരു പീച്ച് ഓർ ഓറഞ്ച് ഷെയ്ഡ് കളർ കറക്റ്റ് യൂസ് ചെയ്യുന്നതാണ്. ഒത്തിരി ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നോർമൽ കൺസീലറിൽ ചിലപ്പോൾ അത് ഹൈഡ് ആവില്ല കംപ്ലീറ്റ്ലി. സോ ഒരു കളർ കറക്റ്റ് യൂസ് ചെയ്ത് അത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു കൺസീലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ കൂടുതൽ നമ്മുടെ ഡാർക്ക് സർക്കിൾസിനെ ഒന്ന് കൺസീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കൺസീലർ കഴിഞ്ഞ് ഇനി ഐ മേക്കപ്പിലേക്ക് പോവാണ്. ഐ മേക്കപ്പിൽ ഞാൻ ബേസ് ആയിട്ട് ഓൾറെഡി കുറച്ച് കൺസീലർ ഇട്ടിട്ടുണ്ട് ഫോർ ഐ ഷാഡോയുടെ ഒരു ബേസ് ആയിട്ട്. ഐ ഷാഡോ ഞാനിപ്പോ ബേസ് ലുക്കാണ് ചെയ്യുന്നത്. സോ ഞാൻ ഇപ്പൊ ഒരു ന്യൂഡിന്റെ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു സാൻഡൽവുഡ് ഷെയ്ഡ് ഐ ഷാഡോ ആണ് ഇപ്പൊ യൂസ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി ഡാർക്ക് ആക്കുന്നില്ല ഈ ഒരു ഞാൻ ചെയ്യുന്നത്. ബേസ് ലുക്ക് അല്ലേ ഒരു. ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് പുറത്ത് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഷിമ്മർ ഷെയ്ഡ് കൊടുക്കാവുന്നതാണ്. ഞാൻ അതിൽ നിന്ന് തന്നെ ആ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ഷിമ്മർ ഷെയ്ഡ് സെലക്ട് ചെയ്യാണ്. ഈ ഒരു ഷിമ്മർ ഷെയ്ഡ് കൊടുക്കുന്നത് നമുക്ക് ബ്രഷിനേക്കാൾ കൂടുതൽ എനിക്ക് കംഫർട്ടബിൾ നമ്മുടെ ഫിംഗർ യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ കൊടുക്കുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ. ഓക്കെ, ഐ ഷാഡോ ഷിമ്മർ ഷെയ്ഡൊക്കെ നമ്മൾ കൊടുത്തു. ഇനി ഐബ്രോ ഫില്ല് ചെയ്യുക. എനിക്ക് ഒരു തിക്ക് ഐബ്രോസ് ആണ്. ഞാൻ യൂഷ്വലി ഐബ്രോ ഫിൽ ചെയ്യാറില്ല. ചെയ്യണം എന്നുള്ളവർക്ക് ഒരു ഐബ്രോ ഫില്ലർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫിൽ ചെയ്ത് കൊടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് നല്ലൊരു നാച്ചുറൽ ലുക്ക് ആയിരിക്കും. ബ്ലാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും. സോ ഓൾവേസ് ചൂസ് എ ബ്രൗൺ ഐബ്രോ ഫില്ലർ. ഞാൻ എഡ്ജസിൽ മാത്രം ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് മാത്രം കൊടുക്കാറുണ്ട്. ഇത്തിരി അങ്ങ് ഡാർക്കൻ ചെയ്യില്ല. അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. ഐബ്രോസിൽ ഞാൻ ഒരുപാട് കാര്യം ചെയ്യാറില്ല. കാരണം എന്റെ അത്യാവശ്യം തിക്കാണ്. സോ ഞാൻ കൂടുതൽ ഫില്ലൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് കുറച്ച് ബോറാവും. സോ ഞാൻ ഐബ്രോസിൽ കൂടുതലൊന്നും ചെയ്യില്ല. നെക്സ്റ്റ് ഐലൈനർ ആണ്. ഞാൻ ലാക്മി ഐക്കോണിക്കിന്റെ ഒരു ഐലൈനർ യൂസ് ചെയ്തത്. മുകളിൽ മാത്രം ഒന്ന് ഐലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഐലൈനർ മുകളിൽ ചെയ്ത് കൊടുത്തു. അത്ര പെർഫെക്റ്റ് ആയില്ലെന്ന് തോന്നുന്നു എങ്കിലും ഓക്കെ, കുഴപ്പമില്ല. ഐലൈനർ കഴിഞ്ഞു. ഞാൻ താഴെ ഐലൈനർ യൂസ് ചെയ്യാറില്ല. കൂടുതൽ ഞാൻ കാജലാണ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊരു സ്മോക്കി ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോ ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഡ്യൂയി ഐ ഷാഡോ ഷെയ്ഡ് കൊടുക്കാം ലോഗോ ലാഷ് ലൈനിൽ. അപ്പോൾ നല്ലൊരു സ്മോക്കി ലുക്ക് കിട്ടും. കാരണം മസ്കാരയാണ്. മസ്കാര യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതുപോലെ ഒരു ലാഷ് കളർ യൂസ് ചെയ്യാറുണ്ട്. ലാഷ് കളർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലാഷസ് ഒക്കെ നല്ല കേൾ ആയി വന്നിട്ട് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. ഓക്കെ, ഐ മേക്കപ്പ് ഞാൻ ഇത്രയാണ് ബേസിക്കലി ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ലൗഡ് മേക്കപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ടി ഫെസ്റ്റീവ് ലുക്ക് ഒക്കെയാണ് വേണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നമ്മൾ ഐ മേക്കപ്പ് കൂടുതലായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ലുക്ക് ഉണ്ടാവുന്നത്. ബേസ് ആയിട്ട് ചെയ്ത ഒരു ഐ മേക്കപ്പ് ലുക്കാണ്. ഫേസിൽ അടുത്തായിട്ട് ചെയ്യുന്നത് കോൺടോറിംഗ് ആണ്. കോൺടോറിംഗ് ഞാൻ യൂസ് ചെയ്യാറില്ല. കോൺടോറിംഗ് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ഫേസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നോസ്, ചീക്ക് ബോൺ, ജോ ലൈൻ അതൊക്കെ നന്നായിട്ടൊന്ന് എടുത്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ കോൺടോർ യൂസ് ചെയ്യുന്നത്. ഞാൻ വലുതായിട്ട് കോൺടോർ യൂസ് ചെയ്യില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പൗഡർ കോൺടോർ ആണ്. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടൊരു കോൺടോർ കൊടുക്കാം. നോസിന് മാത്രം കുറച്ച് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഈ കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ ബ്ലെൻഡിങ് ചെയ്യുന്നുണ്ട്.
നേരത്തെക്കാളും കുറച്ചുകൂടെ സ്ലിം ആയതുപോലെ ഉണ്ട് നോസും ഒക്കെ. ഇപ്പൊ നേരത്തെക്കാളും നോസിൽ ഒരു ചേഞ്ച് വന്നില്ലേ, ചെറുതായിട്ടൊന്ന് തിൻ ആയതുപോലെ ഉണ്ട് നോസ് വന്നിട്ട്. ഓക്കെ, കോണ്ടോർ കഴിഞ്ഞു. ഇനി ബ്ലഷ് ആണ്. ബ്ലഷ് നമ്മൾക്ക് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ റെഡിഷ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബ്ലഷ് യൂസ് ചെയ്യാം. അല്ലാതെ ഡെയിലി ലുക്ക് മേക്കപ്പിനൊക്കെ നമ്മൾ ബ്ലഷ് യൂസ് ചെയ്യാറില്ല. ഒരു പാർട്ടി ഒരു ഫെസ്റ്റീവ് ലുക്കിനൊക്കെ നമ്മൾ ബ്ലഷ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് പൗഡർ ബ്ലഷ് ആണ്, വളരെ കുറച്ച് മാത്രം. നമ്മുടെ ആപ്പിൾ ഓഫ് ദി ചീക്ക് എന്ന് പറയുന്നത്, അവിടെയാണ് ബ്ലഷ് കൊടുക്കുന്നത് നമ്മള്. നോസിൽ ചെറുതായിട്ട്, നമ്മുടെ ചിന്നിലും കുറച്ച്. ബ്ലഷ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നത്. ബ്ലഷ് കഴിഞ്ഞു. ഓക്കെ, ബ്ലഷും കഴിഞ്ഞു. അപ്പൊ അടുത്ത് ഞാൻ പോകുന്നത് ഹൈലൈറ്റിംഗ് ആണ്. ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്ത് അത് ഐക്കോണിക് ലണ്ടന്റെ ഒരു ഇല്ലുമിനേറ്റർ ആണ്. നമ്മുടെ ഹൈ പോയിന്റ്സിലെ നമ്മുടെ ഫോർഹെഡ്, അതുപോലെ നോസ്, നമ്മുടെ ചീക്സ്, ചിൻ, അവിടെയൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഹൈ പോയിന്റ്സ്, ഫേസിന്റെ ഹൈ പോയിന്റ്സ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഗ്ലോയി ലുക്ക്, ഒരു ഗ്ലോയി ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യും. ഇവിടെ ഒത്തിരി യൂസ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രം ചീക്സിന്. നോസ്, പിന്നെ ചിന്നിൽ കുറച്ച് കൊടുക്കും. ഓക്കെ, കൈ വെച്ചിട്ട് തന്നെ ഞാൻ ഹൈലൈറ്റർ ബ്ലെൻഡ് ചെയ്യും. നല്ലത് റിലാക്സിങ് ഫീൽ ആണ് എനിക്ക്. ചിന്നിൽ കുറച്ച് കൂടി പോയി ഹൈലൈറ്റ്. ഫോർഹെഡ്സിൽ കുറച്ച്. ഓക്കെ, ഒരു ഗ്ലോയി ലുക്ക് ഉണ്ടല്ലേ. ഓക്കെ, അടുത്ത ഫൈനലി ലിപ്സ്. അടുത്തിന് ലിപ്സ് ആണ്. ഞാൻ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യാറുണ്ട്. ആദ്യമൊന്നും ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്യില്ലായിരുന്നു, ബട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫിനിഷ് ലുക്കാണ് ലിപ്സിന് കിട്ടുന്നത്. ആഫ്റ്റർ അപ്ലൈങ് ലിപ്സ്റ്റിക് നമുക്ക് ആ ചേഞ്ച് ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ ലിപ് ലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഞാൻ ലോട്ടസിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്, ഈ ഒരു ഷെയ്ഡാണ്. ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇല്ല, ഏതാണെന്നില്ല. ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക്. സോ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ചെയ്യുന്നൊരു ബേസ് മേക്കപ്പ് ലുക്ക്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കൂടുതൽ വീഡിയോസ് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.